അപ്പോൾ ഇതൊക്കെയാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽസ് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. ലൈക്ക് ഡേറ്റ സയൻസിൻ്റെ ഒരു 3 hour ട്യൂട്ടോറിയൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ സയൻസ് വിത്ത് AI കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡേറ്റ അനാലിറ്റിക്സിൻ്റെ ട്യൂട്ടോറിയൽ, പവർ BIയുടെ ട്യൂട്ടോറിയൽ, അങ്ങനെ ഒരുപാട് ട്യൂട്ടോറിയൽസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തൺ ഫോർ ഡേറ്റ അനാലിറ്റിക്സ് എന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമ്മുടെ കോഴ്സിൻ്റെ ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വാട്ട് ഈസ് ഡേറ്റ അനലിറ്റിക്സ്. ഓക്കെ, അതെന്തായാലും നമ്മൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട്. ദെൻ വാട്ട് ഈസ് പൈത്തൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. പിന്നെ പൈത്തൻ്റെ ബേസിക്സ് ലൈക്ക് വേരിയബിൾസ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ലൂപ്സ്, ഡേറ്റ സ്ട്രക്ചേഴ്സ്, ഫങ്ഷൻസ്. ഓക്കെ, പിന്നെ ഡേറ്റ അനലിറ്റിക്സിൻ്റെ ഒരു വർക്ക് ഫ്ലോ. ദെൻ പൈത്തൺ ഫോർ ഡേറ്റ അനലിറ്റിക്സ്. പൈത്തൺ ഫോർ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടത് പൈത്തൻ്റെ കുറച്ച് ഡേറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ലൈബ്രറീസ് ആണ് NumPy, Pandas, Matplotlib, and Seaborn എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി അതെന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു പ്രോഗ്രാം പോലെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ലൈക്ക് ഒരു ചെറിയൊരു പ്രോജക്റ്റ് പോലെ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് ഡേറ്റ അനലിറ്റിക്സ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ എല്ലാ സെഷൻസിലും പറയുന്ന ഒരു കാര്യമാണ് ഡേറ്റ എന്താണെന്നുള്ളത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡേറ്റ ഇപ്പോൾ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഡേറ്റ അനാലിറ്റിക്സ്. ഓക്കെ, എന്താണ് ഡേറ്റ അനാലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ചിട്ട് വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഡേറ്റ അനാലിറ്റിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ടീ ഷോപ്പ് ഓണറാണെന്ന് വിചാരിക്കും. ഓക്കെ, ആൻഡ് എൻ്റെ ഈ ഒരു ടീ ഷോപ്പിൽ പല തരത്തിലുള്ള ടീസാണ് വിറ്റ് പോകുന്നത്, ചായയാണ് വിറ്റ് പോകുന്നത്. ലൈക്ക് ജിഞ്ചർ ടീ, ലൈം ടീ, അങ്ങനെ പല ഫ്ലേവേഴ്സിലുള്ള പല തരത്തിലുള്ള ടീസാണ് വിറ്റ് പോകുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു മാസത്തെ ഒരു ഡേറ്റ ഇങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവണം, ഓക്കെ, ഇന്ന ടീസ്, ഇന്ന ഫ്ലേവേഴ്സ് ഓഫ് ടീസാണ് കൂടുതൽ വിറ്റ് പോയത്, ഇന്ന ടീസിന് എന്തായിരുന്നു സെയിൽസ് കുറവായിരുന്നു. ഇങ്ങനെ കുറച്ച് ദിവസം എടുത്ത് നോക്കി കഴിഞ്ഞാൽ, വീക്കെൻഡ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇന്ന ടൈപ്പ് ഓഫ് ടീനാണ് സെയിൽസ് കൂടുതലായിട്ട് വന്നത്. അങ്ങനെ പല തരത്തിലുള്ള ഇൻഫർമേഷൻസ് എനിക്ക് ആ ഒരു ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇപ്പോൾ ഞാൻ ഒരു മാസത്തെ ഡേറ്റ മാത്രം എടുത്തു എന്നുള്ളത് കൊണ്ട് എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ ഒരുപാട് ബിഗ് അമൗണ്ട്സ് ഓഫ് ഡേറ്റ, സേ ഒരു എന്താ പറയുക 5-6 മാസത്തെ ഡേറ്റ എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെറുതെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ കാര്യവും മനസ്സിലാവാനായിട്ട് പോകുന്നില്ല. അവിടെയാണ് നമ്മൾ ഡേറ്റ അനലിറ്റിക്സിന് വേണ്ടുന്ന ടൂൾസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഡേറ്റ അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ചിട്ട് ആ ഡേറ്റയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന പ്രോസസ്സ്. ഓക്കെ, അതായത് ആ ഡേറ്റ വെച്ച് അതിലത്തെ പാറ്റേൺസും ട്രെൻഡ്സും ഒക്കെ മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഡേറ്റ അനാലിറ്റിക്സ്. ആൻഡ് ദെൻ ഫൈനലി അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. ഓക്കെ, സോ ദിസ് ഇസ് ഡേറ്റ അനലിറ്റിക്സ്, ദാറ്റ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റിൽ എന്ത് സംഭവിച്ചു. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ഡേറ്റ സെറ്റ്സ് ടു ഡ്രോ. ഡേറ്റ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഡേറ്റനെയാണ് നമ്മൾ ഡേറ്റ സെറ്റ് എന്ന് വിളിക്കുന്നത്. ആ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് റോസ് ആൻഡ് കോളംസ്, ടേബിൾ ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും ആ ഒരു ഡേറ്റ സെറ്റിന്. ഓക്കെ, എക്സാമിനിങ് ഡേറ്റ സെറ്റ്സ് ടു ഡ്രോ കൺക്ലൂഷൻസ് അബൌട്ട് ദ ഇൻഫർമേഷൻ ദേ കണ്ടെയ്ൻ. സോ നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് റോ ഡേറ്റയാണ്. ഓക്കെ, വെറും റോ ഡേറ്റ കൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതിനെ പ്രോസസ്സ് ചെയ്ത്, ദാറ്റ് ഈസ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താ, അതിനെ ക്ലീൻ ചെയ്യുക. അതിൽ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടുന്നത്, മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കിട്ടുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തെങ്കിലും ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കാം. ആ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സമയത്ത് വെറുതെ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആക്ച്വലി എന്താണ്, റോ ആയിട്ടുള്ള കാര്യങ്ങളാണ്, റോ മെറ്റീരിയൽസ് ആണ് അല്ലേ. അപ്പോൾ ആ റോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡിഷ് കിട്ടുമോ? ഡിഷ് കിട്ടില്ല. സോ അതിനെ നമ്മൾ പ്രോപ്പർലി അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർലി മിക്സ് ചെയ്ത് ഫിക്സ് ചെയ്ത് ബോയിൽ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡിഷ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ കേസിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് ജസ്റ്റ് റോ ഫിഗേഴ്സ് ആയിരിക്കും, ജസ്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വാല്യൂസ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതിനെയൊക്കെ ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇൻഫർമേഷൻ ഇൻ ദ സെൻസ് ഇൻസൈറ്റ്സ്. ഓക്കെ, ഇൻസൈറ്റ്സ് കിട്ടുന്നത്. സോ ഇതാണ് ഡേറ്റ അനാലിറ്റിക്സിൻ്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ട്രാൻസ്ഫോമിങ് റോ ഡേറ്റ ഇൻ ടു ആക്ഷണബിൾ ഇൻസൈറ്റ്സ്. ആ ഡേറ്റയിനെ എന്തോ ചെയ്യുമ്പോൾ
ദാറ്റ് ഈസ് ഒരു പ്രോസസ്സിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇൻസൈറ്റ്സ് കിട്ടുന്നത്. നൗ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്. സോ ഈ ഡേറ്റ അനലിറ്റിക്സ് കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം? ഡേറ്റ അനലിറ്റിക്സ്, അതായത് ഡേറ്റാനെ നമ്മൾ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നു അല്ലേ. അപ്പോൾ ആ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഇനി നമ്മുടെ ബിസിനസ്സിനെ ഹെൽപ്ഫുൾ ആക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് ഡിസിഷൻ എടുക്കാനും ഈ ഡേറ്റ അനാലിറ്റിക്സ് ഹെൽപ്ഫുൾ ആണ്. ഇനി ഐഡൻറ്റിഫൈങ് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ്. ആ ഡേറ്റയിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒപ്റ്റിമൈസിങ് പ്രോസസ്സസ് ആൻഡ് ദെൻ ഇംപ്രൂവിങ് എഫിഷ്യൻസി, ഗെയിനിങ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻലി ഡേറ്റ അനാലിറ്റിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ ഒരു എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് ഒരു ടാബുലർ ഫോമിലുള്ള ഡേറ്റൻ്റെ ഒരു വിഷ്വലൈസേഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഇവിടെയുള്ളത് 3 കോളംസ് ആണ്. ഒന്ന് മന്ത് എന്ന് പറയുന്ന കോളം, ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന കോളം ഇൻ സെൽഷ്യസ്, ആൻഡ് ദെൻ ഐസ്ക്രീം പ്രൊഡക്ഷൻ. ഓക്കെ, അതാണ് എൻ്റെ കയ്യിലുള്ള 3 കോളംസ്. ഇതാണ് ഇപ്പം എൻ്റെ കറൻ്റ്ലി ഉള്ള ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു വർഷത്തെ റിപ്പോർട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ജനുവരിയിൽ നോക്കുന്ന സമയത്ത് അതിൻ്റെ ടെമ്പറേച്ചർ 1.2 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ആൻഡ് അതിൻ്റെ ഐസ്ക്രീം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 55,942 ആണ്. ഇനി അതേപോലെ ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ, മെയ്, ജൂൺ, അങ്ങനെ ഡിസംബർ വരെയുള്ള ഡേറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മാസത്തെയും ടെമ്പറേച്ചർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ അതിൻ്റെ ഓരോ മാസത്തെയും ഐസ്ക്രീം പ്രൊഡക്ഷൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാബുലർ ഫോമിലുള്ള ഡേറ്റ കാണുന്ന സമയത്ത് നമുക്കിങ്ങനെ 1 by 1 ആയിട്ട് നോക്കി പോകാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലേ. പക്ഷേ അതിനെ ഒരു വിഷ്വലായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാനായിട്ട് പറ്റും. സോ ഇവിടെ ഏറ്റവും കൂടുതൽ ഹയ്യർ ബാർ വന്നിട്ടുള്ളത് ഏതിലാണ്? ഓഗസ്റ്റിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ള മന്ത് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഈ ഡേറ്റ നോക്കുന്ന സമയത്തോ, ഡേറ്റ നോക്കുമ്പോൾ നമ്മൾ ഓരോ മന്ത്സും 1 by 1 ആയിട്ട് നോക്കി പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഓഗസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ ഡേറ്റ അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന വിഷ്വലൈസേഷൻ ആണ്. ഓക്കെ, അപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഐ മീൻ വിഷ്വലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഈസ് നമ്മളൊരു ഇപ്പം ഇങ്ങനെ ജസ്റ്റ് ഒരു 12 റോസ് മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് കാണുമ്പം കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് ഇഫ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് തൗസൻഡ്സ് അല്ലെങ്കിൽ 10,000s ഓഫ് റോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആ ഒരു ഡേറ്റ വെറുതെ കണ്ടുകൊണ്ട് മാത്രം നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ വിഷ്വൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ഇൻസൈറ്റ്സ് എടുക്കാനായിട്ട് പറ്റും. സോ ഡേറ്റനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് ആ വിഷ്വലൈസേഷനിൽ കൂടെ മാത്രമാണ് നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ വിഷ്വലൈസേഷനെ കൊണ്ട് മാത്രമാണ് പറ്റുള്ളൂ. സോ അതാണ് ഡേറ്റ വിഷ്വലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൗ ടു ബിക്കം എ ഡേറ്റ അനലിസ്റ്റ്. എങ്ങനെയാണ് ഡേറ്റ അനലിസ്റ്റ് ആവാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഡേറ്റ അനലിസ്റ്റ് ആവാനായിട്ട് നമുക്ക് വേണ്ട സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കീ സ്കിൽസ് റിക്വയർഡിൽ നമ്മൾ ഫസ്റ്റ് വൺ പറയുന്നത് ടെക്നിക്കൽ സ്കിൽസ് ആണ്. ടെക്നിക്കൽ സ്കിൽസിൽ നമുക്ക് SQL എന്ന് പറയുന്ന ഒരു സ്കില്ല് നമുക്ക് ആവശ്യമില്ല, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, നെസസറി ആണത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പൈത്തൺ. ഓക്കെ, പൈത്തൺ അല്ലെങ്കിൽ R, ബട്ട് ഇപ്പം മിക്ക ഇൻഡസ്ട്രീസും ചൂസ് ചെയ്യുന്നത് പൈത്തൺ തന്നെയാണ്. ദെൻ വി ഹാവ് എക്സൽ, പിന്നെ വിഷ്വലൈസേഷൻ ടൂൾസ്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഇത്രയും ടെക്നിക്കൽ സ്കിൽസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് അനാലിറ്റിക്കൽ സ്കിൽസ് ആണ്. അനാലിറ്റിക്കൽ സ്കിൽസ് എന്ന് പറയുന്ന ഒന്ന് ക്രിട്ടിക്കൽ തിങ്കിങ്, പിന്നെ പ്രോബ്ലം സോൾവിങ്, അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു അനാലിറ്റിക്കൽ സ്കിൽസ്. പിന്നെ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് കമ്മ്യൂണിക്കേഷൻ, സ്റ്റോറി ടെല്ലിംഗ്, ബിസിനസ് അക്യുമെൻ, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ആൻഡ് ദെൻ കണ്ടിന്യൂസ് ലേണിംഗ്, വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എവിടെ നോക്കിയാലും കുറേ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ബിക്കോസ് ഇറ്റ്സ് AI റെവല്യൂഷൻ ആൻഡ് എല്ലാ ദിവസവും ഓരോ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പുതിയ ടൂൾസും ടെക്നോളജീസും ഒക്കെ അറിഞ്ഞിരിക്കുക, സ്റ്റേ അപ്ഡേറ്റഡ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ്, വാട്ട് ഈസ് പൈത്തൺ? ഓക്കെ, സോ പൈത്തൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, പഠിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ഒട്ടും ഡിഫിക്കൽട്ടി ഇല്ലാതെ നമുക്കത് പഠിക്കാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ C++ എഴുതുന്ന
ഒരു 10 ലൈൻസ് ഓഫ് കോഡൊക്കെ മേ ബി പൈത്തണിൽ നമുക്കൊരു 5 ലൈൻസ് ഓഫ് കോഡാക്കി എഴുതാനായിട്ട് പറ്റും. ബിക്കോസ് C++ൽ കോഡൊക്കെ എഴുതുന്ന സമയത്ത് ഹ്യൂജ് ഹെഡർ ഫയൽസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ പൈത്തൻ്റെ കേസിൽ നമ്മളങ്ങനെ ഹെഡർ ഫയൽസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് എന്ത് വേണമെങ്കിലും ഡയറക്റ്റ്ലി ഒരുപാട് കോഡൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. സോ അത്രയും സിമ്പിളായിട്ടുള്ള സിൻടാക്സ് ആണ് പൈത്തൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, പിന്നെ പൈത്തൺ ഇറ്റ് ഹാസ് എ വെരി സിമ്പിൾ സിൻടാക്സ് ദാറ്റ് ഇസ് സിമിലർ ടു ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ ഉപയോഗിക്കാൻ പറ്റും. വിൻഡോസിലാണെങ്കിലും മാക്കിലാണെങ്കിലും ലിനക്സിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദെൻ പൈത്തൺ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പൈത്തൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, ഇനി മറ്റുള്ള ലാംഗ്വേജ് മേ ബി ഒരു C++ കമ്പയർ ചെയ്യുന്ന സമയത്ത് C++ എന്ന് പറയുന്നത് എന്താണ്? അതൊരു കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്നത് കമ്പൈലേഴ്സ് ആണ്. ഇവിടെ പൈത്തൻ്റെ കേസിൽ നമുക്ക് വരുന്നത് ഇറ്റ് ഇസ് എൻ ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നുള്ളതാണ്. സോ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് കമ്പൈൽഡ് ലാംഗ്വേജിലാണെങ്കിൽ C++ പോലെയുള്ളൊക്കെ ലാംഗ്വേജസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കംപ്ലീറ്റ്ലി റീഡ് ചെയ്തത് കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിലുള്ള എല്ലാ എറേഴ്സും ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടാണ് C++ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പൈത്തൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫുൾ ലൈൻ ഓഫ് കോഡ് എഴുതി ആ ഒരു കോഡിനെ റൺ ചെയ്യുന്ന സമയത്ത് ഏത് ലൈനിലാണോ എറർ വരുന്നത് അത് അവിടെ സ്റ്റോപ്പാകും. ഓക്കെ, അവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു എറർ തിരുത്തി കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ അടുത്ത ഇതിലേക്ക് പോവുള്ളൂ. ഓക്കെ, അടുത്ത കോഡിംഗ് പോർഷനിലേക്ക് പോവുള്ളൂ. സോ അതാണ് ആക്ച്വലി ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് കമ്പൈലർ എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിനെ റൺ ചെയ്ത് കംപ്ലീറ്റ് എറേഴ്സ് ഒരു ലിസ്റ്റായിട്ട് തരും. പക്ഷേ ഇൻ്റർപ്രറ്റഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു എറർ എന്ന് പറയുന്നത് എവിടെയൊക്കെ ഉണ്ടോ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ആ എറേഴ്സ് സോൾവ് ചെയ്തതിന് ശേഷം മാത്രം അടുത്തയിലേക്ക് പോകാം. ഓക്കെ, സോ അതാണ് ഇൻ്റർപ്രറ്റഡ് എന്ന് പറയുന്നത്. സോ പൈത്തൺ എന്ന് പറയുന്നത് ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ദിസ് മീൻസ് ദാറ്റ് പ്രോട്ടോടൈപ്പിംഗ് ക്യാൻ ബി വെരി ക്വിക്ക്. നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ദാറ്റ് ഇസ് ഇപ്പം ഇൻ കേസ് എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് മാറ്റാനായിട്ടും പറ്റും. ഓക്കെ, നൗ നമ്മൾ വരുന്നത് പൈത്തൻ്റെ ബേസിക്സിലേക്കാണ്. ആൻഡ് അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അഗെയിൻ പൈത്തൺ നമുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പൈത്തൺ നമുക്ക് വിൻഡോസിലും ലിനക്സിലും മാക്ബുക്കിലും അങ്ങനെ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ വേണമെങ്കിലും പൈത്തൺ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പൈത്തൺ ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു നോട്ട് പാഡിൽ ഒരു കോഡ് എഡിറ്ററിൽ കോഡ് എഴുതാം, അതിനെ .py എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യാൻ അതിനെ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ റൺ ചെയ്യാൻ വരെ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ലൈക്ക് ഇതേപോലെയുള്ള എന്താ പറയുക കോഡ് എഡിറ്റേഴ്സ് മാത്രമല്ല നമുക്ക് മറ്റുള്ള IDEs ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, മറ്റുള്ള IDEs എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്പൈഡർ ഉപയോഗിക്കാം, പൈചാം ഉപയോഗിക്കാം, അതുപോലെ വിഷ്വൽ സ്റ്റുഡിയോ കൂടി യൂസ് ചെയ്യാം, അതേപോലെ ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IDE അവൈലബിൾ ആണ്. അങ്ങനെ ഡിഫറെൻറ്റ് IDEs ആണ് നമുക്ക് പൈത്തൺ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതേപോലെ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുന്നത് സെൽ ബൈ സെൽ ആയിട്ട് നമുക്ക് പൈത്തൺ കോഡ്സ് റൺ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എഡിറ്ററാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുന്നത്, മെയിൻലി ഫോർ പൈത്തൺ കോഡിങ്. ആൻഡ് അത് മാത്രമല്ല നമുക്കിത് ആക്ച്വലി ഓൺലൈനായിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പം സിസ്റ്റംസ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും പൈത്തൺ കോഡിങ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഓൺലൈനായിട്ട് പൈത്തൺ കോഡിങ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഗൂഗിൾ കൊളാബാണ്. ഓക്കെ, ഗൂഗിളിൻ്റെ കൊളാബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ അതിൽ നമുക്ക് ഓൺലൈൻ ഇരുന്നുകൊണ്ട് തന്നെ പൈത്തണിൻ്റെ കോഡ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് പോകാനായിട്ടും പറ്റും. ഓക്കെ, സോ അതാണ് പൈത്തൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല പൈത്തൺ നമുക്ക് എന്താ പറയുക ഡേറ്റ അനലിറ്റിക്സിൽ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റുന്നത്. പൈത്തൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആക്ച്വലി വെരി ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഭയങ്കര വലിയൊരു ലാംഗ്വേജ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് വെരി മച്ച് റിച്ച് ഇൻ ലോട്ട്സ് ഓഫ് ലൈബ്രറീസ്. അപ്പോൾ ലൈബ്രറീസ് എന്ന് പറയുമ്പം നമ്മുടെ വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായി ആവശ്യമായിട്ടുള്ള ലൈബ്രറീസ് അതിലുണ്ട്. ഡേറ്റ അനലിറ്റിക്സിന് വേണ്ടുന്ന ലൈബ്രറീസ്, മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസ്, ജനറേറ്റീവ് AI, അങ്ങനെ പല എന്താ പറയുക അഡ്വാൻറ്റേജസ് ആണ് ഈ പൈത്തൺ എന്ന് പറയുന്ന ലാംഗ്വേജ് കൊണ്ടുള്ളത്. ഓക്കെ, സോ പൈത്തൺ നമുക്ക് നമ്മുടെ കേസിൽ ഡേറ്റ അനലിറ്റിക്സിൻ്റെ കേസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഡേറ്റ അനലിറ്റിക്സിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് പൈത്തൺ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പൈത്തൺ ബേസിക്സ് ആണ്. ബേസിക്സിലാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഫസ്റ്റ് വൺ പൈത്തൺ ബേസിക്സ്. ഓക്കെ, പൈത്തൺ ബേസിക്സിൽ വേരിയബിൾസ് ആൻഡ് ഡേറ്റ ടൈപ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വേരിയബിൾ അസൈൻമെൻറ്റ്. എന്താണ് ഒരു വേരിയബിൾ എന്ന് പറയുന്നത്? വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണ്ടെയ്നർ പോലെയാണ് എന്ത് ആക്ട് ചെയ്യുന്നത്? വേരിയബിൾ ആക്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? മേ ബി ഇൻ കണ്ടെയ്നേഴ്സിലായിട്ടായിരിക്കും നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ ബോട്ടിൽസിലായിരിക്കും വെള്ളം സ്റ്റോർ ചെയ്യുക, അല്ലേ? അല്ലാതെ നമുക്ക് വെറുതെ ഇങ്ങനെ വെക്കാൻ പറ്റില്ല.
അല്ലേ? ബിക്കോസ് വി ഹാവ് ടു കണ്ടെയ്ൻ ഇറ്റ് ഇൻ സംതിങ്. ഓക്കെ, അപ്പോൾ അതൊരു കണ്ടെയ്നർ ആണ്. അതേപോലെ തന്നെ വേരിയബിൾ എന്ന് പറയുന്നതും ഒരു കണ്ടെയ്നർ ആണ്. എന്തിനെങ്കിലും സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കണ്ടെയ്നർ ആണ് ആക്ച്വലി എന്ത് വേരിയബിൾ എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ആലീസ് എന്ന് പറയുന്ന ഒരു പേര് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ മെമ്മറി ആണ് എന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ മെമ്മറിയിൽ നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, നെയിം എന്ന് പറയുന്ന വേരിയബിൾ, ആ നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ ആലിസ് എന്നുള്ള ഒരു പേര് സ്റ്റോർ ആയിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ഈ മെമ്മറിക്ക് എന്തുണ്ടാവും? ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വേരിയബിൾ എന്ന് പറഞ്ഞൊന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് എ കണ്ടെയ്നർ ടു സ്റ്റോർ സംതിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അടുത്തത് ഏജ് ആണ്. ഓക്കെ, ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏജിന് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആലിസ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. ഓക്കെ, ബിക്കോസ് എന്തിനാണ് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്നത്? ബിക്കോസ് ഇഫ് വി സ്റ്റോർ എനിത്തിങ് ഇൻസൈഡ് ദ ഡബിൾ ബ്രാക്കറ്റ്സ്, ഇങ്ങനെ ഈ ഡബിൾ ബ്രാക്കറ്റ് അല്ല, ആക്ച്വലി ഡബിൾ കൊട്ടേഷൻസ് ആണ്. ഡബിൾ കൊട്ടേഷൻസ് അല്ലെങ്കിൽ സിംഗിൾ കൊട്ടേഷൻസിൻ്റെ അകത്താണ് നമ്മൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ അത് ആക്ച്വലി എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? സ്ട്രിങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. അതിന് ഞാൻ 25 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് എ നമ്പർ അല്ലേ? ആ നമ്പറിനെ നമ്മൾ പൊതുവെ എന്തെന്ന് വിളിക്കുക? ഇൻറ്റിജർ എന്ന് വിളിക്കുക. സോ ഏജ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റിജർ ആണ്. ഇനിയിപ്പോൾ ഈ ഏജിന് ഞാൻ ഇതേപോലെ ഒരു കൊട്ടേഷൻ മാർക്സ് ഡബിൾ കൊട്ടേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏജ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? അത് സ്ട്രിങ് ആയിട്ട് ചേഞ്ച് ആവും. ആസ് ഓഫ് നൗ അത് ഇൻറ്റിജർ ആണ്. ഇനി അടുത്തത് നമ്മൾ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഹൈറ്റിന് ഞാൻ 5.4 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഫ്ലോട്ടിംഗ് പോയിന്റ്. ബിക്കോസ് ഡെസിമൽ വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഫ്ലോട്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അണ്ടർസ്കോർ സ്റ്റുഡൻറ്റ്. ഈസ് അണ്ടർസ്കോർ സ്റ്റുഡൻറ്റ് ഇസ് ഇക്വൽ ടു ട്രൂ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വാല്യൂസ് ആണ് ബൂളിയൻ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിൽ പറയുന്നത്. ഓക്കെ, ബൂളിയൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്. ഈ രണ്ട് വാല്യൂസ് മാത്രമാണ് ബൂളിയൻ ഡാറ്റ ടൈപ്സിൽ ഉണ്ടാവുക. സോ വൺസ് നമ്മൾ ട്രൂ കാണണമെന്നുണ്ടെങ്കിൽ ദെൻ അതെന്തായിരിക്കും? ബൂളിയൻ തന്നെ ആയിരിക്കും. ബൂളിയനിൽ റിമെമ്പർ ടി എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും ആൻഡ് ഫോൾസിൽ എഫ് എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ബൂളിയൻ ഡാറ്റ ടൈപ്പ് ആയിരിക്കും. ഇനിയിപ്പോൾ സേ ഞാൻ ട്രൂവിനെ ഇങ്ങനെയാണ് എഴുതുന്നേ എന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ആക്ച്വലി അത് സ്ട്രിങ് ആയിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ട്രൂവിനെ ഇങ്ങനെ എഴുതുകയാണെങ്കിലും അതിനെ കൊട്ടേഷൻസിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതും എന്തുതന്നെയായിരിക്കും? സ്ട്രിങ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ അതൊക്കെ നമ്മൾ എന്താ പറയുക, ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പം ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വേരിയബിളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറയുന്നത് യു ഷുഡ് ഹാവ് ആൽഫബറ്റ്സ് ഉണ്ടാവാം. ഓക്കെ, വേരിയബിൾസിൽ എന്തൊക്കെ ഉണ്ടാവാം? ആൽഫബറ്റ്സ് ഉണ്ടാവാം, അണ്ടർസ്കോർ ഉണ്ടാവാം, ഓൾസോ നമ്പേഴ്സ് ഉണ്ടാവാം. ഓക്കെ, ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വേരിയബിൾ നെയിം എന്ന് പറയുന്നത്, ഓക്കെ, വേരിയബിളിൻ്റെ പേരെന്ന് പറയുന്നതിൽ ആൽഫബറ്റ്സ് കണ്ടെയ്ൻ ചെയ്യാം, അണ്ടർസ്കോർ കണ്ടെയ്ൻ ചെയ്യാം, നമ്പേഴ്സ് കണ്ടെയ്ൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ വേരിയബിൾ നെയിം, ഈ ഒരു വേരിയബിൾ നെയിമിന് ഞാൻ എന്താ കൊടുത്തിട്ടുള്ളത്? ഈസ് അണ്ടർസ്കോർ സ്റ്റുഡൻറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്? ആൽഫബറ്റ്സ് ഉണ്ട്, അണ്ടർസ്കോർ ഉണ്ട്, റൈറ്റ്? അപ്പോൾ ഇതെന്താണ്? ഇതൊരു വേരിയബിൾ നെയിമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഈസ് അണ്ടർസ്കോർ സ്റ്റുഡൻറ്റ് 1 എന്ന് കൊടുത്താലും ഇതെന്ത് തന്നെയാണ്? ഒരു വേരിയബിൾ തന്നെയാണ്. ബിക്കോസ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വേരിയബിൾ നെയിമിൽ എന്തുണ്ടാവും? ആൽഫബറ്റ്സ് ഉണ്ടാവും, അണ്ടർസ്കോർ ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് റൂളാണ്. ഓക്കെ, ആൽഫബറ്റ്സ്, അണ്ടർസ്കോർ ആൻഡ് ദെൻ നമ്പേഴ്സ്. ഓക്കെ, ഇത് ഫസ്റ്റ് വൺ. ഇനി രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് വേരിയബിൾസ് നെവർ സ്റ്റാർട്ട് വിത്ത് നമ്പേഴ്സ്. ഒരു വേരിയബിൾ നെയിം ഒരിക്കലും നമ്പർ വെച്ചിട്ട് തുടങ്ങില്ല. ഇവിടെ ഈ വേരിയബിൾസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ ഏതെങ്കിലും നമ്മൾ നമ്പർ വെച്ചിട്ട് ഒരു വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഒക്കെ നെയിം, ഏജ്, ഹൈറ്റ്, ഈസ് അണ്ടർസ്കോർ സ്റ്റുഡൻറ്റ് എന്നുള്ള. ഇനി സേ ഫോർ എക്സാമ്പിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേരിയബിൾ ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അതിൽ ഞാൻ ടുഡേക്ക് 2 എന്ന് പറയുന്നതിന് നമ്പർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദിസ് ഇസ് റോങ്. ഒരിക്കലും ഒരു വേരിയബിൾ നെയിം ഒരു നമ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നെവർ സ്റ്റാർട്ട്സ് വിത്ത് ഡിജിറ്റ്സ്. ഓക്കെ, നെവർ സ്റ്റാർട്ട്സ് വിത്ത് ഡിജിറ്റ്സ്. ഇനി അതേപോലെ ഒരിക്കലും നമുക്കൊരു കീവേഡ് എന്തായിട്ട് കൊടുക്കാൻ പറ്റില്ല? വേരിയബിൾ നെയിമായിട്ട് കൊടുക്കാൻ പറ്റില്ല.
കീവേഡ് എന്ന് പറയാൻ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ പൈത്തണിൽ ഇഫ് കണ്ടീഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പഠിക്കാനുണ്ട്. ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതേപോലത്തെ കീവേഡ്സ്, ഇതിനൊക്കെ ആക്ച്വലി കീവേഡ്സ് എന്നാണ് പറയുക. ഇഫ്, വൈൽ, ഫോർ, അങ്ങനത്തെ കുറേ കീവേഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ആ ലാംഗ്വേജിൻ്റെ അകത്ത് ഓൾറെഡി സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള സാധനം, ഒരിക്കലും നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് മെന്റ് ഫോർ സംതിങ്. അതിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും ഇതേപോലുള്ള കീവേഡ്സിന് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല? വേരിയബിൾസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ വേരിയബിൾസും ഡേറ്റ ടൈപ്സും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, സോ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, ആൻഡ് പൈത്തണിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഒന്ന് ലിസ്റ്റ്, പിന്നെ ടപ്പിൾ, സെറ്റ്സ്, ഡിക്ഷണറി എന്നൊക്കെ പറയുന്നത്. സോ ഫസ്റ്റ് ഇൻ ടു ലിസ്റ്റ്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓർഡേർഡ്. ഓർഡേർഡ് ആണ്, മ്യൂട്ടബിൾ ആണ്. ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ഒരു ഓർഡർ ഉണ്ടാവും അവിടെ. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ സ്ട്രക്ചറിലേക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആണ്. അങ്ങനത്തെ തരത്തിലുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ദ വേർഡ് മീനിങ് മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാലുള്ള ആ ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ചേഞ്ചബിൾ, മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ പറ്റും. ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഈസ് എൻ ഓർഡർ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫ്രൂട്ട്സ് എന്നാണ് ആ ഒരു ലിസ്റ്റിൻ്റെ പേര്. ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ലിസ്റ്റിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ലിസ്റ്റ് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്സ് വെച്ചിട്ടാണ്. ഈ സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്തായിരിക്കും നമുക്ക് വേണ്ടുന്ന വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, വാല്യൂസ് എന്ന് പറയുമ്പം എന്താ പറയുക, മൾട്ടി ഫോമാറ്റിലുള്ള എന്താ പറയുക വാല്യൂസ് നമുക്ക് ഈ പറയുന്ന ലിസ്റ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ക്യാൻ ബി നമ്പേഴ്സ്, ഇറ്റ് ക്യാൻ ബി ബൂലിയൻ ടൈപ്പ്, ഫ്ലോട്ട്, സ്ട്രിങ്, വാട്ട് എവർ. അപ്പോൾ ഇവിടെ എൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലിസ്റ്റാണ് ഇപ്പോൾ എനിക്കുള്ളത്. ആപ്പിൾ, ബനാന ആൻഡ് ദെൻ ചെറി എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ പറയാണ്, ആൻഡ് വൺ മോർ തിങ്, ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ലിസ്റ്റിൻ്റെ ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. ഓക്കെ, 0, 1 ആൻഡ് ദെൻ 2 ആണ് ഇതിൻ്റെ ഇൻഡെക്സിങ് പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രൂട്ട്സ് ഓഫ് 0 എന്ന് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ, അതായത് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ഫ്രൂട്ട് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗിവ് ഫ്രൂട്ട് ഓഫ് 0. ഫ്രൂട്ട് ഓഫ് 0 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആപ്പിളാണ്. അപ്പോൾ നമുക്ക് ആപ്പിൾ കിട്ടും. നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് 1, 2, 3 എന്നുള്ള രീതിയിലാണ് നോക്കുക. ബട്ട് സിസ്റ്റം, നമ്മുടെ സിസ്റ്റത്തിൽ മെമ്മറിയിൽ അതിനെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് 0 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ആപ്പിൾ, 1 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ബനാന സേവ് ചെയ്തിട്ടുള്ളത്, ആൻഡ് 2 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ചെറി സേവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് അത് പോകുന്നത്. സോ ഇൻഡെക്സിങ് സ്റ്റാർട്ട്സ് വിത്ത് 0. സി, അപ്പോൾ ഇതേപോലെ 1 by 1 ആയിട്ട് എനിക്ക് ഓരോ എലമെൻസിനും, ഈ ലിസ്റ്റിൻ്റെ അകത്തുള്ള ഓരോ എലമെൻസിനും എനിക്ക് എടുക്കാനായിട്ട് പറ്റും. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഓർഡേർഡ്. ഇൻഡെക്സ് വെച്ചിട്ട് നമുക്ക് ഒരു ഡേറ്റ സ്ട്രക്ചറിൻ്റെ അകത്തുള്ള എലമെൻസിനെ എടുക്കാൻ പറ്റുവാണ്, റിട്രീവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ഓർഡേർഡ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ഫ്രൂട്ട് ഓഫ് 2 എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ചെറി കിട്ടും. ഓക്കെ, ഇനി ഈ ലിസ്റ്റിൻ്റെ അകത്ത് വരുന്ന ഒരു മെത്തേഡാണ്, ഈ ലിസ്റ്റിലേക്ക് എനിക്ക് പുതിയതായിട്ടുള്ള ഒരു എലമെൻറ്റിനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദെൻ അവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അപ്പെൻഡ് എന്ന് പറയുന്നത്, അപ്പെൻഡ് ഓഫ് ഓറഞ്ച്. ഇനി അപ്പെൻഡ് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എന്താണ്? ടു ദ എൻഡിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, എന്തിലേക്കാണ് ഞാൻ ആഡ് ചെയ്യുന്നത്? ഫ്രൂട്ട്സ് ഡോട്ട് അപ്പെൻഡ്. ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിൻ്റെ എൻഡിലേക്ക് ഞാൻ എന്തിനെ അപ്പെൻഡ് ചെയ്യുന്നു? ഓറഞ്ചിനെ അപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഫൈനലി എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉണ്ടാവും? ആപ്പിൾ ഉണ്ടാവും, ബനാന ഉണ്ടാവും, ചെറി വരും, ആൻഡ് ദെൻ ഫൈനലി ഓറഞ്ച് എന്നുള്ളത് ഔട്ട്പുട്ടായിട്ട് എനിക്ക് കിട്ടും. ഓക്കെ, അപ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെയാണ് കിട്ടുന്നത്. ഇനി ഇവിടെ ഞാൻ എന്താ പ്രിന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്? പ്രിന്റ് ഫ്രൂട്ട്സ് ഓഫ് 1. ഫ്രൂട്ട്സ് ഓഫ് 1ൽ ഇപ്പോൾ ആരാണുള്ളത്? ബനാന. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് എന്ത് ചെയ്ത് കിട്ടും? പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ഇതാണ് ലിസ്റ്റിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ലിസ്റ്റ് പോലെ തന്നെ മറ്റൊരു ഡേറ്റ സ്ട്രക്ചറാണ് ടപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലിസ്റ്റ് ഓർഡേർഡ് ആണ്, ടപ്പിൾ ഓർഡേർഡ് ആണ്.
ലിസ്റ്റ് ഇമ്മ്യൂട്ടബിൾ ആണ്, ബട്ട് ടപ്പിൾ എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ലിസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ്സിലാണെന്നുണ്ടെങ്കിൽ ടപ്പിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതേപോലെയുള്ള സർക്കുലർ ബ്രാക്കറ്റ്സിലാണ്. ഓക്കെ, ആൻഡ് ഇത് ഓർഡേർഡ് ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ലൊക്കേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ടപ്പിളിൻ്റെ അകത്തുള്ള എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ സേ ഡയമെൻഷൻസ് ഓഫ് 0, ദെൻ അവിടെ വരുന്ന എലമെന്റ് അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 ആയിരിക്കും. ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ചസ് പോസിബിൾ അല്ല. ഓക്കെ, ഇനി അടുത്ത ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ് ഡിക്ഷണറി. ഡിക്ഷണറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കീ വാല്യൂ പെയർ. ഓക്കെ, കീ വാല്യൂ പെയർ ആണ്. അതായത് ഇതൊരു കീ, ഓക്കെ സോറി, ഇതൊരു കീ വാല്യൂ ആൻഡ് ഇതൊരു കീ വാല്യൂ. ഓക്കെ, എങ്ങനെയാണ് അത് കിടക്കുന്നത്? ദാറ്റ് ഈസ് ഇതിനെ മൊത്തത്തിൽ ആണ് നമ്മൾ ഒരു കീ വാല്യൂ എന്ന് വിളിക്കുന്നത്. നെയിം എന്ന് പറയുന്നതാണ് കീ, ജോൺ എന്ന് പറയുന്നത് വാല്യൂ. അതേപോലെ ഇവിടെ ഏജ് ആണ് കീ, ഓക്കെ, ആൻഡ് 22 എന്ന് പറയുന്നതാണ് എന്ത്? വാല്യൂ. ഓക്കെ, അപ്പോൾ പ്രിന്റ് സ്റ്റുഡൻറ്റ് നെയിം എന്ന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നെയിം എന്ന് പറയുന്ന കീയിലെ വാല്യൂ എന്താണ്? ജോൺ ആണ്. അപ്പോൾ ആ ഒരു ജോൺ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആസ് കീ വാല്യൂ പെയർസ്, മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് സെറ്റ് എന്ന് പറയുന്നത്. സെറ്റിന്റെ കേസിൽ സെറ്റ്സ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് ആണ്, അവിടെ ഓർഡർ ഇല്ല. ഓൾസോ മറ്റൊരു പ്രത്യേകത, നോ ഡ്യൂപ്ലിക്കേറ്റ്സ്. ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗഡ് അല്ല. ഇതുവരെ നമ്മൾ കണ്ട ഡേറ്റ സെറ്റ്സിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവും, ഡേറ്റ സ്ട്രക്ചേഴ്സിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കും. പക്ഷെ ഇവിടുത്തെ കേസിൽ, സെറ്റിന്റെ കേസിൽ അത് അൺഓർഡേർഡ് ആണ്. അതിന് പ്രത്യേകിച്ച് ഓർഡർ ഒന്നുമില്ല. ദാറ്റ് ഈസ് നമുക്ക് ഇൻഡെക്സിങ് വെച്ചിട്ട് എന്താ പറയുക, ലൊക്കേഷൻസ് വെച്ചിട്ട് നമുക്ക് എലമെന്റ്സിനെ സെറ്റ്സിന്റെ അകത്തുനിന്ന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ദാറ്റ് ഈസ് സെറ്റ് എന്ന് പറയുന്നത് അൺഓർഡേർഡ് ആണ്, അവിടെ ലൊക്കേഷൻസ് ഒന്നുമില്ല. ആൻഡ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ്സ് ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ്സ് ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ കുറച്ച് നമ്പേഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഐ മീൻ നംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്തു. 1 2 3 2 എന്ന് സേവ് ചെയ്തു. അപ്പം നോ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സെറ്റിൽ ഞാൻ 2 കൊടുത്തു. എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയ സമയത്ത് 1 2 3 മാത്രമേ കിട്ടിയുള്ളൂ. ആ 2 എന്ന് പറയുന്ന ആ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ എടുത്ത് റിമൂവ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് സെറ്റ്സ് എന്ന് പറയുന്നത് ഡേറ്റ സ്ട്രക്ചർ. ഓക്കെ, സോ ഡേറ്റ സ്ട്രക്ചേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മറ്റൊരു പൈത്തണിലൊരു കാര്യമാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴാണ് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്കിപ്പോൾ എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഒരു ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെ മാർക്ക് ബേസ് ചെയ്ത് അവരെ ഓരോ ഗ്രേഡ്സിലേക്ക് എനിക്ക് തരം തിരിക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരെണ്ണമാണ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഗ്രേഡ് മാർക്സ് മേ ബി 90 to 100 വരെ മാർക്സ് ഉള്ള സ്റ്റുഡൻസിന് എ ഗ്രേഡ് എന്ന് പറയുന്നതിനെ കൊടുക്കുക. ആൻഡ് ഇപ്പം 80 തൊട്ട് 90 വരെയുള്ള 90 മാർക്സ് വരെയുള്ള സ്റ്റുഡൻസിന് ബി ഗ്രേഡ് എന്ന് കൊടുക്കുക. അങ്ങനെ ഓരോ കാറ്റഗറിക്ക് ഓരോ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നമ്മളൊരു കൈൻഡ് ഓഫ് ഡിസിഷൻ ആണ് എടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കോർ ഇസ് ഇക്വൽ ടു 85. ഓക്കെ, 85ന്റെ സ്കോർ അല്ലെങ്കിൽ 85 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഏത് ഗ്രേഡിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പോൾ ഒരു യൂസർ കൊടുക്കുകയാണ്, സ്കോർ എന്ന് പറയുന്നത് 85 ആണ്, അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയുടെ ഗ്രേഡ് എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു കോഡ് പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90യോ അതിന് മേലെയോ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കിട്ടേണ്ട ഗ്രേഡ് എന്തായിരിക്കണം? എ ആയിരിക്കണം. ഇനി ഇപ്പം അല്ല എന്നുണ്ടെങ്കിൽ ഇഫ് നമ്മൾ കൊടുത്തു, ഓക്കെ, ഇഫ് greater than equal to 90 then A grade. Otherwise, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? That is else if. Okay, else if otherwise score greater than or equal to 80 then print B grade. സ്കോർ 80നേക്കാളും കൂടുതൽ, 80യോ 80നേക്കാളും കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ബി ഗ്രേഡ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ സ്കോർ എന്താണ്? 85 ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു പറഞ്ഞ കണ്ടീഷൻ നമ്മുടെ ഇതനുസരിച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്തു. നമുക്കിപ്പോൾ കയ്യിലുള്ള സ്കോർ എന്താണ്? 85 ആയിരുന്നു. ഈ 85 എന്ന് പറയുന്നത് 80നേക്കാളും ഗ്രേറ്റർ ആണ്. ദാറ്റ് മീൻസ് നമ്മളിവിടെ കൊടുത്ത ആ ഒരു കണ്ടീഷൻ ട്രൂ ആയി. ഓക്കെ, അപ്പം നമുക്ക് വരുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ഗ്രേഡ് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. അതർവൈസ് എൽസ് എന്താണ്? സി ഗ്രേഡ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്കോർ എന്ന് പറയുന്നത് മേ ബി 40 ആണെന്ന് വിചാരിക്കാം. നമ്മൾ കൊടുക്കുന്ന സ്കോർ ഇപ്പോൾ 85 മാറ്റിയിട്ട് 40 ആക്കി എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ എന്താ? സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. നമ്മുടെ സ്കോർ എന്താണ്? ഇപ്പോൾ കറന്റ്ലി 40 ആണ്. 40 90നേക്കാളും ഗ്രേറ്റർ ആണോ? അല്ല.
നമ്മുടെ കണ്ടീഷൻ അവിടെ തെറ്റിപ്പോയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നില്ല, ഇതിലേക്ക് വരുന്നില്ല. ഓക്കെ, എൽസ് ഇഫിലേക്കാണ് നമ്മൾ വരുന്നത്. ഇനി നോക്കാണ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണോ. എന്താണ് നമ്മുടെ സ്കോർ? 40. 48നേക്കാളും വലുതാണോ? അല്ല, തെറ്റി. ആ കണ്ടീഷൻ തെറ്റുന്ന സമയത്ത് നമ്മൾ അതിന്റെ അടുത്ത ലൈനിലേക്കല്ല വരുന്നത്, അതിന്റെ എൽസിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, ഇനി എൽസ് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് വേറെ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യാനില്ല, അതുകൊണ്ട് തന്നെ അവിടെ സി ഗ്രേഡ് എന്ന് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൂപ്സ് എന്ന് പറയുന്നത്. സേ ഇപ്പോൾ എനിക്ക് ഒരേ ഒരു കാര്യം, സെയിം സാധനം മൾട്ടിപ്പിൾ ടൈംസ് എനിക്ക് എന്താ പറയുക പ്രിന്റ് ചെയ്ത് കിട്ടണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കൊടുത്തോണ്ടിരിക്കേണ്ട കാര്യമില്ല. അതിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് ലൂപ്സ് എന്ന് പറയുന്നത്, റിപ്പറ്റേറ്റീവ് ആയിട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫോർ ഐ ഇൻ ദ റേഞ്ച് ഓഫ് 5 എന്ന് കൊടുത്തു. റേഞ്ച് ഓഫ് 5 എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പൈത്തൺ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ റേഞ്ച് ഓഫ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് റേഞ്ച് ഓഫ് 5നെ ഞാൻ പ്രിന്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4 ഈ 4 വാല്യൂസ് ആയിരിക്കും എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുക. ഓക്കെ, റേഞ്ച് ഓഫ് 5, അതായത് 5 ഒഴികെ ബാക്കിയുള്ള 0 മുതൽ 4 വരെ പ്രിന്റ് ചെയ്ത് കാണിക്കും. അപ്പൊ റേഞ്ചിന് ആക്ച്വലി ഒരു സിൻടാക്സ് ഉണ്ട്. അപ്പൊ അതിന്റെ കോമൺ സിൻടാക്സ് എന്ന് പറയുന്നത് റേഞ്ച്. ഓക്കെ, റേഞ്ചിന്റെ അകത്ത് സ്റ്റാർട്ടിംഗ് വാല്യൂ, ഓക്കെ, ആൻഡ് ദെൻ സ്റ്റോപ്പിംഗ് വാല്യൂ, ആൻഡ് ദെൻ സ്റ്റെപ്പ് കൗണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ സിൻടാക്സ് വരുന്നത്. സേ ഇപ്പൊ ഞാൻ റേഞ്ചിന്റെ സ്റ്റാർട്ടിംഗ് വാല്യൂ ആയിട്ട് കൊടുക്കുന്നത് റേഞ്ച് ഓഫ് 2,5 ആണ് ഞാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2, 3 ആൻഡ് ദെൻ 4. ഓക്കെ, 2ഉം 3ഉം 4 ആയിരിക്കും എനിക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയാം. ബിക്കോസ് സ്റ്റാർട്ടിങ് ഞാൻ 2ലാണ് കൊടുത്തിട്ടുള്ളത്, ഇവിടെ ഞാൻ സ്റ്റാർട്ടിങ് കൊടുത്തിട്ടേ ഇല്ല. അപ്പൊ പൈത്തൺ അസ്യൂംസ് ദാറ്റ് ദ സ്റ്റാർട്ടിംഗ് വാല്യൂ ഇസ് 0 ആൻഡ് ദെൻ 0 തൊട്ട് 4 വരെ പ്രിന്റ് ചെയ്യും. ഇവിടെ ഞാൻ സ്റ്റാർട്ടിംഗ് വാല്യൂ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 2 തൊട്ട് 5 വരെ, ദാറ്റ് ഇസ് 2 തൊട്ട് 4 വരെ പ്രിന്റ് ചെയ്യും. ഇനി അടുത്ത ഒരെണ്ണമാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്, വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇനിയിപ്പം ഞാൻ റേഞ്ചിന്റെ അകത്ത് റേഞ്ചിന്റെ അകത്ത് 2,6,2 ആണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഇറ്റ് പ്രിന്റ്സ് 2 ഫോർ ദ ഫസ്റ്റ് ടൈം. 2 പ്രിന്റ് ചെയ്തു. സ്റ്റെപ്പ് കൗണ്ട് എന്താ കൊടുത്തിട്ടുള്ളത്? 2 ആണ്. 2 + 2 എന്താണ്? 4. ഓക്കെ, ഇനി 4 + 2 എന്താണ്? 6 അല്ലേ? അപ്പോൾ ഈ 6 നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടില്ല. 6 ഇല്ലാതെ നമുക്ക് 4 വരെയുള്ള വാല്യൂസ് മാത്രമായിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുക. ബിക്കോസ് 2 ആണ് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ റേഞ്ച് ഓഫ് 2,5 നമ്മൾ സ്റ്റെപ്പ് കൗണ്ട് ആയിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ബൈ ഡിഫോൾട്ട് ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. പൈത്തൺ അസ്യൂം ചെയ്യുമ്പോൾ അവിടുത്തെ സ്റ്റെപ്പ് കൗണ്ട് 1 ആണ് എന്നുള്ളത്. സോ ഇവിടെ എങ്ങനെയാണത് വരുന്നത്? 2, 3, 4 വിത്തിൻ 1 ഡിഫറൻസിൽ. ഓക്കെ, അപ്പോൾ അതാണ് 2, 3, 4 വരുന്നത്. ഇനി ഇവിടെ സ്റ്റെപ്പ് കൗണ്ട് 2 കൊടുക്കുന്ന കാരണം 2, 4, 6 വരും. ബട്ട് ആക്ച്വലി നമ്മളിവിടെ 6 കൊടുത്ത കാരണം അവിടെ എന്ത് വരുന്നില്ല? 6 വരുന്നില്ല. 6 എന്ന് കൊടുത്താൽ 5 വരെയുള്ളൂ പ്രിന്റ് ചെയ്യുള്ളൂ. ബട്ട് 4 + 2 എന്ന് പറയുന്നത് 5 അല്ല, 6. ഓക്കെ, അപ്പോൾ അവിടെ അത് വരില്ല. ഇനിയിപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ട് മേ ബി 7 ആൻഡ് ദെൻ ഇങ്ങനെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ദെൻ എനിക്കിവിടെ 6 പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൂപ്സിന്റെ കേസിലൊക്കെ ഈ ഒരു റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടുത്തെ ഇനീഷ്യൽ വാല്യൂ, ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലൂപ്പ് എന്ന് പറയുമ്പം ഇവിടെ ആദ്യം നമ്മൾ ലൂപ്പിലേക്ക് കയറുന്ന സമയത്ത് ഐയുടെ വാല്യൂ 0 ആണ്. റേഞ്ച് എന്ന് പറയുന്നത് 5 ആണ്. ദാറ്റ് ഈസ് 4 വരെ അത് പ്രിന്റ് ചെയ്ത് കാണിക്കണം. സോ ആദ്യത്തെ ഐറ്ററേഷനിൽ കയറിയപ്പം പ്രിന്റ് ഐയുടെ വാല്യൂ എന്താണ്? 0 ആണ്. 0 പ്രിന്റ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ ഐറ്ററേഷനിലേക്ക് പോവാണ്. രണ്ടാമത്തെ ഐറ്ററേഷനിലേക്ക് കയറുന്ന സമയത്ത് ഐയുടെ വാല്യൂ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? 1 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഓരോ പ്രാവശ്യവും ലൂപ്പിന്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഐയുടെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യും ആൻഡ് അത് 4 ആവുന്നത് വരെ അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് ലൂപ്സ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദെൻ വി ഹാവ് വൈൽ ലൂപ്സ്. വൈൽ ലൂപ്പ് ഓൾസോ നമ്മുടെ ഫോർ ലൂപ്പിന് അതേ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടെക്നിക്ക് മാത്രം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ഫോർ ലൂപ്പിൻ്റെ കേസിൽ നമുക്ക് ഇനീഷ്യലൈസേഷൻ ഉണ്ട്, ഒരു കണ്ടീഷൻ നടക്കുന്നുണ്ട്, ഇൻക്രിമെന്റേഷൻ ഓൾസോ നടക്കുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഒക്കെ ഇൻബിൽട്ട് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത് എങ്കിൽ
വൈൽ ലൂപ്പിന്റെ കേസിൽ ഒക്കെ എക്സ്റ്റേണലി നമ്മൾ പറയാണ് എക്സ് ഇസ് ഇക്വൽ ടു 0 എന്നുള്ളത് നമ്മളിവിടെ ഇനീഷ്യലി കൊടുത്തു കഴിഞ്ഞു അല്ലെ, അത് നമ്മൾ എക്സ്റ്റേണലി കൊടുത്താണ്. ഇനി അടുത്തത് കണ്ടീഷൻ, അതും നമ്മൾ എക്സ്റ്റേണലി കൊടുത്തു. ഫോർ ലൂപ്പിന്റെ കേസിൽ നമ്മൾ അങ്ങനെ ചെയ്തോ ഇല്ല. അടുത്തത് ഇൻക്രിമെന്റേഷൻ, ഇതും നമ്മൾ എക്സ്റ്റേണലി പറയുകയാണ്, ഇങ്ങനെ ഒരു സാധനം ചെയ്യണം എന്നുള്ളത് പറയുകയാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നോക്കുന്ന സമയത്ത് മിക്ക ലൂപ്സും ഫോർ ലൂപ്സ് ആയിട്ട് കിടക്കുന്നത്. വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി വരുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൈത്തൺ ബേസിക് എന്ന് പറയുന്ന ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് എന്താണ്, ഞാനിവിടെ ഒരു ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട കീവേഡ് എന്ന് പറയുന്നത് എന്താണ്, ഡെഫ് ആണ്. ഡെഫ് ഇൻ ദ സെൻസ് ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ ഡെഫ് ആൻഡ് ദെൻ എൻ്റെ ഫംഗ്ഷൻ്റെ പേര് ആഡ് ആണ്. ആഡിൻ്റെ അകത്ത് ഞാൻ 2 വേരിയബിൾസ് ആണ് കൊടുത്തത്, ഒന്ന് എ ആൻഡ് ദെൻ ഒന്ന് ബി. അതിൻ്റെ അകത്ത് റിട്ടേൺ a + b എന്ന് പറയുന്നത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു, ഫംഗ്ഷൻ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഡിഫൈൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനകത്ത് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് മെൻഷൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ആൻഡ് ആ ഒരു എന്താ പറയുക, ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് നമ്മൾ കൊടുത്തത് എയും ബി ആണ്. അതിൻ്റെ അകത്ത് റിട്ടേൺ a + b, ജസ്റ്റ് ഒരു അഡീഷൻ ഫംഗ്ഷൻ ആണിത്. ഇനി അടുത്തത് റിസൾട്ട് ഇസ് ഇക്വൽ ടു ആഡ്. ഓക്കെ, റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. അപ്പോൾ ആഡ് കാണുമ്പോൾ ആക്ച്വലി അവിടെ എന്താ നടക്കുന്നത്, ഫംഗ്ഷൻ കോൾ ആണ് നടക്കുന്നത്. ഫംഗ്ഷനെ നമ്മൾ വിളിക്കുകയാണ്, ആഡ് എന്ന് കണ്ടു. അപ്പോൾ ഓക്കെ, ഫംഗ്ഷനിലേക്ക് ജമ്പ് ചെയ്യണം എന്നുള്ളത് ആർക്ക് മനസ്സിലായി, പൈത്തണിന് മനസ്സിലായി. അപ്പോൾ ആഡിലുള്ള 3, 5 എന്ന് പറയുന്ന വാല്യൂസ് എവിടേക്കാണ് പോവുക, എയിലേക്ക് 3ഉം ബിയിലേക്ക് 5ഉം പോകും. സോ എയുടെ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് 3ഉം ബിയുടെ ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 5ഉമാണ്. ഓക്കെ, അപ്പം അതിലേക്ക് വന്നതിന് ശേഷം ഡെഫിനിഷനിലേക്ക് പോകുന്നു. ആഡിങ് നടക്കുമ്പം 5 + 3 നടക്കും. 5 + 3 ആക്ച്വലി അവിടെ ആ ഒരു കാൽക്കുലേഷൻ നടക്കും അല്ലേ. അപ്പോൾ ഇവിടെ എന്താ നടക്കുക, 5 + 3 പറയുമ്പോൾ നമുക്ക് 8 കിട്ടും. നമ്മൾ എന്താ റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, a + b റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. a + b നമുക്ക് കിട്ടിയ റിസൾട്ട് 8 ആണ്. ഈ കിട്ടിയ 8നെ നമ്മൾ എവിടേക്ക് റിട്ടേൺ ചെയ്യും, ഈ പറയുന്ന റിസൾട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ റിസൾട്ടിന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത് 8 ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഈ പിന്നീട് ഈ 8 ആണ് നമ്മൾ റിസൾട്ടായിട്ട് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫംഗ്ഷന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ജസ്റ്റ് എന്താണ് ബേസിക്സിന് ജസ്റ്റ് ഒന്ന് നമ്മൾ പൊടി തട്ടി എടുത്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഫാക്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ചെറിയ ചെറിയ എക്സാമ്പിൾസ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക. സോ ദിസ് ആർ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇനി അതൊക്കെ കഴിഞ്ഞു അല്ലേ, പൈത്തൻ്റെ ബേസിക്സ് ഒക്കെ കഴിഞ്ഞു. ഇനിയും അതിൽ പറയുകയാണെങ്കിൽ ക്ലാസ്സസ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇനി അതിലേക്കൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ആൻഡ് നൗ നമുക്ക് പോകാനുള്ളത് ഡേറ്റ അനലറ്റിക്സ് വർക്ക് ഫ്ലോ ആണ്. ബിക്കോസ് ഈ ഡേറ്റ അനലറ്റിക്സ് വർക്ക് ഫ്ലോ പറഞ്ഞു പോയാലാണ് നമുക്ക് പൈത്തൺ ഫോർ ഡേറ്റ അനലറ്റിക്സ് എന്താണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് വൺ, പ്രോബ്ലം ഡെഫിനിഷൻ. നമ്മുടെ പ്രോബ്ലം എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ലൈക്ക് ഇത് എന്താണ് കാര്യം എന്നുള്ളത് കറക്റ്റ്ലി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും. നമ്മുടെ എന്ത് തരം ഡേറ്റയാണ് എന്നുള്ളതൊക്കെ കറക്റ്റ്ലി നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് അടുത്തത്. ഗ്യാതറിങ് റെലവൻറ്റ് ഡേറ്റ ഫ്രം വേരിയസ് സോഴ്സസ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ നമുക്ക് പല സോഴ്സുകളിൽ നിന്നായിട്ട് കിട്ടും. പക്ഷേ ഈ പറയുന്ന സോഴ്സസ് എന്ന് പറയുന്നത് പല ഡിഫറെൻറ്റ് സോഴ്സുകൾ, ലൈക്ക് മേ ബി സർവേസ് വഴിയായിരിക്കും കിട്ടുന്നുണ്ടാവുക, മേ ബി വെബ് സ്ക്രേപ്പിംഗ് വഴിയായിരിക്കും കിട്ടുന്നുണ്ടാവുക, അങ്ങനെ പലതരത്തിലുള്ള ഡേറ്റ ആയിരിക്കും. അപ്പോൾ ആ എല്ലാ ഡേറ്റയും നമ്മൾ എന്ത് ചെയ്യണം, ഗ്യാതർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡേറ്റ ക്ലീനിങ് ആൻഡ് പ്രിപ്പറേഷൻ. വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഡേറ്റ ക്ലീനിങ് ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മുടെ ആ ഒരു ഡേറ്റ അനലറ്റിക്സ് വർക്ക് ഫ്ലോയിൽ 80% ഓഫ് വർക്ക് എന്ന് പറയുന്നതും ഡേറ്റ ക്ലീനിങ്ങിലും പ്രിപ്പറേഷനിലും ആയിരിക്കും. അതിലെന്തൊക്കെയാണ് വരുന്നത്, ഡേറ്റ ക്ലീനിങ്ങിൽ എന്തൊക്കെ വരുന്നു, നമ്മുടെ ഡേറ്റ സെറ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ സെറ്റിലത്തെ വാല്യൂസ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ക്ലീൻ ആയിരിക്കില്ല. ചില റോസിൽ എന്തുണ്ടാവില്ല, വാല്യൂസ് ഉണ്ടാവില്ല. ചില റോസ് ഇപ്പം നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള റോസ് ആയിരിക്കും, ഐ മീൻ കോളം ആയിരിക്കും ചിലപ്പോൾ അത്. പക്ഷെ ആ ഒരു കോളത്തിൽ ഉണ്ടായിരിക്കുന്ന വാല്യൂ മേ ബി മറ്റെന്തെങ്കിലും ഒരു ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വാല്യൂ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഡേറ്റ ആയിരിക്കും നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്രസൻ്റ്ലി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഡേറ്റ ഇല്ലാത്ത കേസുകൾ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, മിസ്സിംഗ് വാല്യൂസിനെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടോ, ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടെന്ന് പറയുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഡേറ്റ എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ടായി ഇടാൻ പറ്റും, ഇല്ല. അപ്പോൾ അടുത്ത ഡേറ്റ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അപ്പോൾ അത് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. പിന്നെ പ്രോപ്പർ ഫോർമാറ്റിംഗ്, ഡേറ്റയുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്.
Okay, and then next comes exploratory data analysis. Exploratory data analysis എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അതിന് ഷോർട്ടായിട്ട് നമ്മൾ EDA എന്നാണുള്ളത് പറയുക. ഓക്കെ, അപ്പോൾ വൺസ് ഡേറ്റനൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റയിൽ നിന്നുള്ള പാറ്റേൺസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കുക. ദാറ്റ് ഈസ് നമ്മുടെ ഡേറ്റയിൽ ഓരോ മുക്കും മൂലം നമ്മൾ കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യുക. അതിൻ്റെ പേര് പോലെ തന്നെ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്. എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ ഡേറ്റ വിഷ്വലൈസേഷൻ ആൻഡ് ദെൻ കമ്മ്യൂണിക്കേഷൻ. ഫൈനലി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻസൈറ്റ്സ് നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, നമ്മുടെ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് വെരി മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് പ്രോബ്ലം ഡെഫിനിഷൻ, ഡേറ്റ കളക്ഷൻ, ഡേറ്റ ക്ലീനിങ് ആൻഡ് പ്രിപ്പറേഷൻ, എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് ആൻഡ് ദെൻ ഡേറ്റ വിഷ്വലൈസേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി യുവർ പൈത്തൺ ടൂൾ കിറ്റ് ഫോർ ഡേറ്റ അനാലിറ്റിക്സ്. ഡേറ്റ ഇപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞ പൈത്തൺ എന്ന് പറയുന്നത് ബേസിക് പൈത്തൺ ആയിരുന്നു. ഇനി ഡേറ്റ അനാലിറ്റിക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു പൈത്തണിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കണം. സോ ഫസ്റ്റ് അഗൈൻ പൈത്തൺ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പൈത്തൺ ചെയ്യാനായിട്ട് ഒരുപാട് എഡിറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനീഷ്യലി നിങ്ങളൊരു പൈത്തണിലേക്ക് ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മേ ബി പൈച്ചാം ഒക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പൈച്ചാം എന്ന് പറയുന്നത് ബിഗിനർ ഫ്രണ്ട്ലി എഡിറ്റേഴ്സ് ആണ്. അപ്പോൾ അതിലൊക്കെ കോഡിങ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകാനായിട്ട് പറ്റും. ആൻഡ് കുറച്ച് എന്താ പറയുക ഡിഫറെൻറ്റ് എഡിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങും. നിങ്ങളിപ്പം ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് യൂസ് ചെയ്യാൻ യു ആർ വെൽ ആൻഡ് ഗുഡ് എന്നുണ്ടെങ്കിൽ ദെൻ യു കെൻ ഗോ ടു അടുത്ത ഒരു എഡിറ്റർ. ഓക്കെ, ദെൻ പൈത്തൺ കഴിഞ്ഞാൽ അടുത്ത എഡിറ്റർ ഇൻ ദ സെൻസ് നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്കിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് വി ഹാവ് ടു മൂവ് ടു ഡേറ്റ അനാലിറ്റിക്സ്. കാരണം നമുക്ക് അവിടെ കോഡൊക്കെ സെൽ ബൈ സെല്ലായിട്ട് റൺ ചെയ്യാൻ പറ്റും. ഓൾസോ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു എഡിറ്ററാണ്. കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ലൈക്ക് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ് ടു യൂസ് ദാറ്റ്. ഓക്കെ, അപ്പം ഇൻറ്ററാക്റ്റീവ് എൻവയോൺമെൻറ്റ് ആണ് ടു റൈറ്റ് ആൻഡ് റൺ ദ കോഡ്. നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്സും ഇവിടെ എഴുതി വെക്കാൻ പറ്റും എന്നുള്ളതാണ് ജൂപ്പിറ്റർ നോട്ട്ബുക്കിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, സോ അത് ആൻഡ് ദെൻ പിന്നെ നമുക്ക് വേണ്ടത് പാൻഡാസ് എന്ന് പറയുന്ന പൈത്തൺ ലൈബ്രറി അറിഞ്ഞിരിക്കും. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഡേറ്റ അനലിറ്റിക്സിൽ നമുക്ക് 80% ഓഫ് ഡേറ്റ ക്ലീനിങ് വരുന്നത് പാൻഡാസിലാണ്. ഐ മീൻ ഡേറ്റ ക്ലീനിങ്ങിലാണ്. അപ്പം ഈ ഡേറ്റ ക്ലീനിങ് ഒക്കെ പ്രോപ്പർലി ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പൈത്തൺ ലൈബ്രറി എന്ന് പറയുന്നത് പാൻഡാസ് ആണ്. പാൻഡാസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? പാൻഡാസ് ഉപയോഗിച്ച് നമ്മുടെ ഡേറ്റയെ ലോഡ് ചെയ്യാം, ഡേറ്റയെ ക്ലീൻ ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം, ആൻഡ് ദെൻ ടാബുലർ ഡേറ്റയിലേക്ക് മാറ്റാം. നമുക്കിപ്പോൾ ടാബുലർ ഡേറ്റ അല്ല കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു ടാബുലർ ഡേറ്റയിലേക്ക് മാറ്റാനും ഈ പാൻഡാസ് എന്ന് പറയുന്ന ഡേറ്റ ഫ്രെയിം അല്ലെങ്കിൽ ഡേറ്റ ഫ്രെയിം അല്ല, പാൻഡാസ് എന്ന് പറയുന്ന ഈ ലൈബ്രറി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ NumPy സ്റ്റാൻഡ്സ് ഫോർ ന്യൂമറിക്കൽ പൈത്തൺ. നമുക്ക് ന്യൂമറിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പൈത്തൺ ലൈബ്രറിയാണ് NumPy എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ Seaborn എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വിഷ്വലൈസേഷൻ ലൈബ്രറി. ഓക്കെ, Seaborn ആയാലും Matplotlib ആയാലും രണ്ടും വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈബ്രറീസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, വൺസ് നമ്മുടെ ഡേറ്റനെയൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ലൈബ്രറീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റനെ വിഷ്വലൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇൻ ടു പാൻഡാസ് എന്ന് പറയുന്നത് ഇറ്റ് വർക്ക്സ് വിത്ത് ഡേറ്റ ഫ്രെയിംസ്. ഓക്കെ, ഡേറ്റ ഫ്രെയിംസ് മാത്രമായിട്ടല്ല വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ കൂടെ വേറൊരു സാധനമുണ്ട്, സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എക്സലിൽ ഒരു സിംഗിൾ കോളം എങ്ങനെയുണ്ടാവും അതേപോലെയാണ് പാൻഡാസിൽ സീരീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡേറ്റ ഫ്രെയിമിൽ ഇപ്പോൾ എക്സലിൽ നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെയായിരിക്കും, അതാണ് പാൻഡാസിലുള്ള ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, സോ മെയിൻലി ഡേറ്റ എന്നൊക്കെ പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് ഡേറ്റ ഫ്രെയിം. ഡേറ്റ ഫ്രെയിംസിന്റെ ഫോമിൽ മാത്രമായിരിക്കും ഡേറ്റ എന്ന് പറയാം. ദാറ്റ് ഇസ് ഒരു ടാബുലർ ഡാറ്റ. ഓക്കെ, യു കെൻ കോൾ ഇറ്റ് എ ഡേറ്റ സെറ്റ് അല്ലെങ്കിൽ ഡേറ്റ ഫ്രെയിം. പാൻഡാസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതിന് ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ നമുക്കൊരു ഡേറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഇമ്പോർട്ട് പാൻഡാസ് ആസ് PD. പാൻഡാസിനെ PD എന്ന് പറയുന്ന ഒരു നെയിം കൺവെൻഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ദെൻ DF സ്റ്റാൻഡ്സ് ഫോർ ഡേറ്റ ഫ്രെയിം. ഓക്കെ, ഇപ്പോൾ DF എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് പാൻഡയിൽ നിന്നുള്ള read_csv എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് sales.csv എന്ന് പറയുന്ന ഒരു ഡേറ്റ സെറ്റിനെ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുന്നു. എൻ്റെ കയ്യിൽ ഓൾറെഡി എന്തുണ്ട്? sales.csv എന്ന് പറയുന്ന ഒരു ഫയൽ കിടപ്പുണ്ട്. ഓക്കെ, ഒരു എക്സൽ ഷീറ്റ് കിടപ്പുണ്ട്. ആ എക്സൽ ഷീറ്റിനെ എൻ്റെ പ്രോഗ്രാമിലേക്ക് ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പാൻഡാസിലുള്ള
ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് read_csv എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ഫയൽ എവിടെയാണോ, നമ്മുടെ ആ ഒരു ഡേറ്റ എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ പാത്ത് കൊടുക്കുന്നു, ഡേറ്റാ സെറ്റിന്റെ പേരും കൊടുത്തു. ഓക്കെ, ഇപ്പം എക്സ്റ്റൻഷൻ എന്താണോ അത് വെച്ചിട്ടാണ് കൊടുക്കുക. ഇപ്പം ഇവിടെ XLSX ആണ് എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താ പറയുക മെത്തേഡും ആക്ച്വലി മാറും. ഓക്കെ, ആൻഡ് ദെൻ വി ഹാവ് df.head. ഓക്കെ, df.head എന്ന് പറയുമ്പം എന്താണ് ആക്ച്വലി സംഭവിക്കുക, നമ്മുടെ ഡേറ്റാ സെറ്റിലുള്ള ആദ്യത്തെ 5 റോസ് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പാൻഡാസിൽ വരുന്ന മെത്തേഡ്സ് ആണ്. ഓൾറെഡി നമ്മൾ read_csv നോക്കിയല്ലേ, CSV ഫയലാണ് നമുക്ക് ലോഡ് ചെയ്യേണ്ടത്. നമ്മുടെ ഡേറ്റാ സെറ്റിന്റെ ഫോർമാറ്റ് CSV ആണ്, അതെയാണ് നമുക്ക് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ read_csv ഉപയോഗിക്കുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു XLSX എന്ന് പറയുന്ന എക്സ്റ്റൻഷനിലുള്ള ഡേറ്റാ സെറ്റ് ആണ് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ യു ഹാവ് ടു യൂസ് read_excel. ഇവിടെ read_csvക്ക് പകരം നമ്മളവിടെ read_excel എന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ വൺസ് ഡേറ്റനെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ആ ഡേറ്റ അതിനെ എക്സ്പ്ലോർ ചെയ്യണം, അതിനെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ df.info എന്ന് പറഞ്ഞിട്ടുള്ള ആക്ച്വലി info എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ആ info എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ നമ്മുടെ ഡേറ്റാ സെറ്റിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ബേസിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ആ ഡേറ്റാ സെറ്റിൽ എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്, ഏതൊക്കെ കോളംസ് ആണുള്ളത്, ഏതൊക്കെ കോളംസിൽ ഇങ്ങനെ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ, നള്ളായിട്ടുള്ള കോളംസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് എത്രയൊക്കെയാണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതാണ് ഇൻഫോ. ഇനി അതേപോലെ df.describe, അതും നമ്മൾ എക്സ്പ്ലോറേഷൻ ഡേറ്റാനെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് df.describe എന്ന് പറയുന്നത്. ആ ഡിസ്ക്രൈബ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. നമുക്ക് ഇൻഫോയിൽ ബേസിക് ഇൻഫോ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചപ്പോൾ നമ്മുടെ ഡേറ്റാ സെറ്റിന്റെ ബേസിക് ഇൻഫർമേഷൻ ആണ് കിട്ടിയത് എങ്കിൽ ഡിസ്ക്രൈബ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡേറ്റാ സെറ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടും. ലൈക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ ആണ് കിട്ടുക. ലൈക്ക് ഓരോ കോളംസിന്റെ മീൻ എത്രയാണ്, ഓരോ കോളംസിന്റെ മീഡിയൻ എത്രയാണ്, ഓരോ കോളംസിന്റെ മോഡ് എന്താണ്, ഓക്കെ, പിന്നെ അതിൽ എത്ര റൂസ് ഉണ്ട്, അങ്ങനെയുള്ള ഓരോ വാല്യൂസ് ലൈക്ക് അതിൻ്റെ എന്താ പറയുക ഫസ്റ്റ് ക്വാർട്ടൈൽ എത്ര, സെക്കൻഡ് ക്വാർട്ടൈൽ എത്ര, തേർഡ് ക്വാർട്ടൈൽ എത്ര, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ നമുക്ക് df.describe കിട്ടും. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ആണ് ക്ലീൻ. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മിസ്സിംഗ് വാല്യൂസിനെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഡ്രോപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാം. അവിടെ മിസ്സിംഗ് വാല്യൂസിനെ ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്സിംഗ് വാല്യൂസിൽ നമുക്ക് എന്തെങ്കിലും വാല്യൂ വെച്ച് ഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫിൽ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, അതേപോലെ പലതരം അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് ബൈയും അഗ്രഗേഷനും ഉപയോഗിക്കാം. എന്താണ് ഗ്രൂപ്പ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീക്വലിലൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പ് ബൈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നില്ല, സെയിം സാധനമാണ്. അതേപോലെ തന്നെ അഗ്രഗേഷൻ അവിടെ വരുന്ന നമ്മൾ സീക്വലിന്റെ കേസിൽ എന്തൊക്കെ ഉപയോഗിക്കാറുണ്ട്, സം ഉപയോഗിക്കാറുണ്ട്, മീൻ ഉണ്ട്, പിന്നെ അതേപോലെ മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, കൗണ്ട്. ഓക്കെ, സെയിം സാധനം തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന കോളമെന്റ് ഒരു ഡേറ്റാ സെറ്റിലുണ്ടെന്ന് വിചാരിക്കാം. ആ ഡിപ്പാർട്ട്മെന്റ് കോളത്തിൽ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടാവും, മേ ബി HR, പിന്നെ ഓപ്പറേഷൻസ് ടീം, ലീഗൽ ടീം, അങ്ങനെ കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോൾ ഓരോ എന്താ പറയുക ഡിപ്പാർട്ട്മെന്റ്സിലും വരുന്ന ആളുകളുടെ സാലറിയുടെ സം എനിക്ക് കാണണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബൈ ആൻഡ് ഗ്രൂപ്പ് ബൈയോടൊപ്പം അഗ്രിഗേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റാനെ അനലൈസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഒരു അറ്റ് എ ഗ്ലാൻസ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ പാൻഡാസ് ഉപയോഗിച്ചിട്ട് ഡേറ്റയിൽ ചെയ്യുന്നത്. ഡേറ്റനെ ലോഡ് ചെയ്യുന്നു, ദെൻ എക്സ്പ്ലോർ ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പക്ഷെ ക്ലീൻ ചെയ്യാനൊക്കെ വേറെയും ഒരുപാട് എന്താ പറയുക കാര്യങ്ങളുണ്ട്. നമ്മൾ മിസ്സിംഗ് വാല്യൂസിനെ മാത്രമല്ല ആക്ച്വലി ഹാൻഡിൽ ചെയ്യുന്നത്. ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതിനെ നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ അത് മാത്രമല്ല സ്ക്യൂനെസ് ഉണ്ടോ നോക്കും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി വരുന്നുണ്ട്. ഓക്കെ, അതും ഇത് പാൻഡാസ് എന്ന് പറയുന്ന ലൈബ്രറി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. Now, data cleaning again using pandas. Okay, up to 80% of analytics work is in the cleaning. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ 80% ക്ലീനിങ് ആണ് വരുന്നത്. ഇറ്റ്സ് ക്ലീനിങ് ഡാറ്റ ആൻഡ് ദെൻ മാസ്റ്ററിങ് ദിസ് സ്റ്റെപ്പ് ഇസ് വാട്ട് സെപ്പറേറ്റ്സ് ബിഗിനേഴ്സ് ഫ്രം പ്രൊഫഷണൽസ്. അപ്പോൾ ഡേറ്റ ക്ലീനിങ് അറിഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു ആർ എ പ്രോ. ഓക്കെ, നൗ ഫസ്റ്റ് വൺ എന്താ നമ്മൾ ചെയ്യുന്നത്, മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഡേറ്റാ സെറ്റിൽ മിസ്സിംഗ് വാല്യൂ ഉണ്ടോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക, DF നമ്മുടെ ഡേറ്റാ സെറ്റ്, നമ്മുടെ നമ്മൾ ഡേറ്റാ സെറ്റിനെ സ്റ്റോർ ചെയ്തത് DF എന്ന് പറയുന്ന വേരിയബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം, ബട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറയുന്ന DF ആണ്. df.easnal.sum. ഓക്കെ, df.easnal.sum നമ്മുടെ ഡേറ്റാ സെറ്റിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ,
ഉണ്ടെങ്കിൽ അതിൻ്റെ സം എത്ര എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഓരോ കോളത്തിലും എത്ര മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് എന്നുള്ളത് അതിങ്ങനെ എഴുതി കാണിക്കും. അതാണ് നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് കയറുന്നത്. അങ്ങനെ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദെൻ അതിനെ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്നുകിൽ നമുക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഡ്രോപ്പ് ചെയ്യാം. നമ്മുടെ ഡേറ്റ സെറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചാണ് നമ്മൾ അതിലുള്ള വാല്യൂസിന് മിസ്സിംഗ് വാല്യൂസിന് ഫില്ല് ചെയ്യണോ അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡ്യൂപ്ലിക്കേറ്റ്സ്. ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ റോയുടെ തന്നെ വീണ്ടും ഉള്ള റിപ്പീറ്റേഷൻ ആണ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറയുന്നത്. സോ df.drop__ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉപയോഗിച്ച് ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റാ സെറ്റിലെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള റോയിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ഇതെന്തിനാ ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്ക്യൂനെസ് അവോയ്ഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ ഡേറ്റ ടൈപ്സ്. ഡേറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ കോളത്തിൻ്റെയും അണ്ടറിൽ വരുന്ന വാല്യൂസ് ഒക്കെ ആ സെയിം ഡേറ്റ ടൈപ്പിലുള്ളതാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ആൻഡ് ദെൻ ഔട്ട്ലയേഴ്സ്. ഔട്ട്ലയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, df.describe എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷൻ നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ കണ്ടതാണ്. ആ ഡിസ്ക്രൈബ് ചെയ്യുമ്പം നമുക്ക് ഡേറ്റാ സെറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളത് പറഞ്ഞു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഈ ഡിസ്ക്രൈബ് ഉപയോഗിച്ച് നമുക്ക് ഔട്ട്ലയേഴ്സ് ഉണ്ടോ, നമ്മുടെ ഡേറ്റാ സെറ്റിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടോ എന്നുള്ളത് സ്പോട്ട് ചെയ്യാനും പറ്റും. അതെങ്ങനെയാണ് സ്പോട്ട് ചെയ്യുന്നത്? ഈ df.describe ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മീനിങ് കിട്ടും, മീഡിയം കിട്ടും, അങ്ങനെ ഒരുപാട് വാല്യൂസ് കിട്ടും അല്ലേ ഓരോ കോളംസിനും. അപ്പോൾ ഈ ഓരോ കോളംസിൻ്റെയും മീനും മീഡിയനും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മീനും മീഡിയനും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ അവിടെ ഔട്ട്ലയേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സെയിം ആണെങ്കിൽ ദെൻ അവിടെ ഔട്ട്ലയേഴ്സ് ഇല്ല, ദാറ്റ് ഈസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് ഡേറ്റ വിഷ്വലൈസേഷൻ. ഇപ്പം നമ്മൾ പാൻഡാസ് എന്താണെന്നുള്ളത് പറഞ്ഞു, പാൻഡാസ് വെച്ചിട്ട് ഡേറ്റ ക്ലീനിങ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒരു ഡേറ്റ വിഷ്വലൈസേഷൻ ആണ്. സോ ഡേറ്റ വിഷ്വലൈസേഷൻ ഇസ് വാട്ട്, അണ്ടർസ്റ്റാൻഡിങ് ഡേറ്റ. ഞാൻ നേരത്തെ ഒരു ഐസ്ക്രീം പ്രൊഡക്ഷൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു വിഷ്വൽ കാണുമ്പോഴായിരിക്കും പെട്ടെന്ന് മനസ്സിലാവുക. അല്ലാതെ വെറും ടാബുലർ ഡേറ്റ കണ്ടതുകൊണ്ട് മാത്രം നമുക്കൊന്നും അവിടെ മനസ്സിലാവാനില്ല. ഓക്കെ, സോ പൈത്തണിൽ നമുക്ക് മാറ്റ്പ്ലോട്ട്ലിബും സീബോൺ പോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള ലൈബ്രറീസ് ഉണ്ട്. ഇത് മാത്രമല്ല അഗൈൻ ഒരുപാട് ആക്ച്വലി ലൈബ്രറീസ് ഉണ്ട്, പ്ലോട്ട്ലി ഒക്കെ പോലെ. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മൾ ഈ മാറ്റ്പ്ലോട്ട്ലിബ് ആയാലും സീബോൺ ആയാലും അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ജനറലി ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു എന്താ പറയുക കുറച്ച് ചാർട്ട്സ് ആണ്. ഒന്ന് ലൈൻ ചാർട്ട്, ഓക്കെ, and then next comes bar chart, then you have histogram, heat map, and then scatter plot. ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെൻഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഇസ് ഇപ്പം ഓരോ മാസവും സെയിൽസ് കൂടുകയാണോ ചെയ്തത്, താഴെയാണോ ചെയ്തത്, കൂടുകയാണോ ചെയ്തത് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ലൈൻ ചാർട്ട്. ദാറ്റ് ഇസ് ഇപ്പോൾ ട്രെൻഡ്സ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ സെയിൽസ് ഇങ്ങനെ കൂടാം, ചിലപ്പോൾ സെയിൽസ് ഇങ്ങനെ കുറയാൻ സാധ്യതയുണ്ട്, പിന്നെ ഇങ്ങനെ കുറയും, പിന്നെയും കൂടും. ഓക്കെ, ആ ഒരു രീതിയിലാണ് ലൈൻ ചാർട്ട് വയ്ക്കുന്നത്. മേ ബി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ദെൻ ബാർ ചാർട്ട്, കമ്പയറിങ് കാറ്റഗറീസ്. ഓരോ കാറ്റഗറീസിനെയും കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബാർ ചാർട്ട്സ് എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാം, ഹീറ്റ് മാപ്പ്, സ്കാറ്റർ പ്ലോട്ട്, അങ്ങനെയും ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലോട്ട്സ് ഉണ്ട്. ഇത് മാത്രമല്ല, ഇത് ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതിന് പുറമെ നമുക്ക് വയലിൻ പ്ലോട്ട്, പിന്നെ ഇതേപോലെ സ്വാം പ്ലോട്ട്, അത് അങ്ങനെ ഒരുപാട് പ്ലോട്ടുകളുണ്ട്, പെയർ പ്ലോട്ട്, അങ്ങനെ കുറേ പ്ലോട്ട്സ് നമുക്ക് ഈ പറയുന്ന വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ ഇതാണ് അതിൻ്റെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു പ്രോജക്റ്റ് പോലെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പ്രോജക്റ്റിലേക്ക് നമ്മൾ കയറാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റുഡൻസിൻ്റെ ഒരു ഡേറ്റ ആക്ച്വലി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് വിൽ വി ഡു? ഓക്കെ, ലെറ്റ്സ് സീ. അപ്പോൾ വി ആർ ഗോയിങ് ടു ഡു എക്സ്പ്ലോറേറ്ററി ഡാറ്റ അനാലിസിസ് ഫോർ ദ സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ഇൻ എക്സാംസ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു ഡേറ്റ സെറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഡേറ്റ സെറ്റിൽ എനിക്ക് 1000 റോസും 8 കോളംസും ആണ് ഉള്ളത്. കാണുന്നുണ്ടോ? സോ ഐ ഹാവ് 1000 റോസ് ആൻഡ് ദെൻ 8 കോളംസ്. ഓക്കെ, ഏതൊക്കെയാണ് കോളംസ്? ജെൻഡർ ഉണ്ട്, റേസ് ഓർ എത്തനിസിറ്റി, parental level of education, then lunch, test preparation course, math score, reading score, writing score. എനിക്ക് ഇത്രയും വാല്യൂസ് ആണ് ഇവിടെ, അല്ലെങ്കിൽ ഇത്രയും കോളംസ് ആണ് ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ളത്. സോ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റാ സെറ്റിനെ ലോഡ് ചെയ്യണം. ഓക്കെ, സോ ഡേറ്റാ സെറ്റിനെ ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയുണ്ട്? ഇമ്പോർട്ട് പാൻഡാസ്, പിന്നെ നംപൈ നമ്മൾ ലോഡ് ചെയ്തു, സീബോൺ, ആൻഡ് ദെൻ മാറ്റ്പ്ലോട്ട്ലിബ് ഫോർ വിഷ്വലൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഓക്കെ, ആൻഡ് ദെൻ ഈ ഒരു ഡേറ്റാ സെറ്റിനെ റീഡ് ചെയ്തതിന് ശേഷം, ആക്ച്വലി ഈ ഒരു ഡേറ്റാ സെറ്റിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് CSV ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേറ്റാ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ലോഡ് ചെയ്തു. സോ ആ ഡേറ്റാ സെറ്റിനെ ലോഡ് ചെയ്തപ്പോഴും നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇത് കാണുന്നത്.
എന്താണ് അതിൻ്റെ ഹെഡ് എടുക്കുക, ഡേറ്റ സെറ്റിൻ്റെ ഹെഡ് എടുക്കുകയാണ്. ഹെഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡേറ്റ സെറ്റിൻ്റെ ആദ്യത്തെ 5 റോസ് ആയിരിക്കും ഹെഡ് എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, 0 ത്രോ, ഓക്കെ, 0 ത്രോ, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ ആൻഡ് ദെൻ ഫോർത്ത് റോ. അപ്പോൾ ആദ്യത്തെ 5 റോസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടി. ഓക്കെ, സോ അത് നമ്മളൊന്ന് കണ്ടു. ഇനി അതേപോലെ ടെയിൽ എടുക്കുമ്പം നമ്മുടെ ഡേറ്റ സെറ്റിൻ്റെ അവസാനത്തെ 5 റോസ് ആയിരിക്കും 995, 996, 997, 998 ആൻഡ് ദെൻ 999. ഓക്കെ, ഈ ഒരു രീതിയിൽ. ഇനി അടുത്തത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഡേറ്റ സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്, എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഈ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇൻഫോ എടുക്കാം, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാനായിട്ട്. ഞാനിവിടെ ഡിസ്ക്രൈബ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഡിസ്ക്രൈബിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ഇസ് ഈക്വൽ ടു ഓൾ എന്നും കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി നമ്മൾ df.describe കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന യുണീക്ക്, ടോപ്പ് ആൻഡ് ദെൻ ഫ്രീക്വൻറ്റ് എന്ന് പറയുന്ന ഈ 3 റോസ് യൂഷ്വലി കിട്ടാറില്ല ജസ്റ്റ് ഡിസ്ക്രൈബ് മാത്രം കൊടുക്കുമ്പോൾ. നമുക്ക് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഇൻക്ലൂഡ് ഇസ് ഈക്വൽ ടു ഓൾ എന്നും പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കൗണ്ട്. ഓക്കെ, എന്താണ് കൗണ്ട്? ജെൻഡർ എന്ന് പറയുന്ന കോളത്തിലുള്ള ടോട്ടൽ വാല്യൂസ് 1000 ആണ്. റേസ് ഓർ എത്തനിസിറ്റി എന്ന് പറയുന്ന എത്തനിസിറ്റി എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് അഗൈൻ 1000 ആണ്. അതേപോലെ ഓരോ കോളംസിൻ്റെയും കാണുന്നുണ്ട്. ഇനി ജെൻഡർ കോളത്തിൽ എത്ര യൂണിക് വാല്യൂസ് ആണുള്ളത്? 2 യൂണിക് വാല്യൂസ് ആണ് ജെൻഡർ കോളത്തിൽ വരുന്നത്. അതേപോലെ റേസ് ഓർ എത്തനിസിറ്റി യൂണിക് വാല്യൂസ് എന്ന് പറയുമ്പോൾ ജെൻഡറിൽ വരുന്ന യൂണിക് വാല്യൂസ് എത്രയാണ്? മെയിൽ ഓർ ഫീമെയിൽ. ഓക്കെ, ഇനി അതേപോലെ റേസ് ഓർ എത്തനിസിറ്റിയിൽ 5 യൂണിക് വാല്യൂസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി അതേപോലെ പാരന്റൽ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം 6 യൂണിക് വാല്യൂസ് ഉണ്ട്. ലഞ്ചിൻ്റെ കേസിൽ 2 യൂണിക് വാല്യൂസ് ഉണ്ട്. അങ്ങനെ ഓരോ ഇൻഫർമേഷനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തത് df.info. യെസ്, ആ പറയുന്ന ബേസിക് ഇൻഫർമേഷൻ നമ്മളിവിടെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ബേസിക് ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ഇനി എന്താ df.easnal.sum. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, നമ്മളൊരു ആ പ്രസൻറ്റേഷനിൽ കണ്ടു. df.easnal.sum കൊടുക്കുന്ന സമയത്ത് ഓരോ കോളംസിലും എത്ര മിസ്സിംഗ് വാല്യൂസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്ത് കാണും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ജെൻഡർ എന്ന് പറയുന്ന കോളത്തിൽ മിസ്സിംഗ് വാല്യൂ ഉണ്ടോ? ഇല്ല, ഇറ്റ് ഇസ് 0. റേസ് എന്ന് പറയുന്ന കോളത്തിൽ മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ? ഇല്ല, ഇറ്റ് ഇസ് അഗൈൻ 0. പാരന്റൽ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, അവിടെ മിസ്സിംഗ് വാല്യൂ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഓരോ കോളംസും നോക്കി നമുക്ക് എവിടെ എന്തില്ല, മിസ്സിംഗ് വാല്യൂസ് ഇല്ല. അടുത്തത് df.duplicated.sum. മിസ്സിംഗ് വാല്യൂസ് ഉണ്ടോ എന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യാണ്. ഓക്കെ, നോക്കിയപ്പം അവിടെ മിസ്സിംഗ് ആയിട്ട് വാല്യൂസ് ഒന്നും തന്നെ കാണാനില്ല. ഇനി df.columns എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മുടെ ഡേറ്റാ സെറ്റിലുള്ള കോളംസിനെ ലിസ്റ്റ് ചെയ്ത് തരികയാണ് df.columns ചെയ്യുന്നത്. അതേപോലെ നമുക്ക് മാത്സ് സ്കോർ എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, അതിന് മാത്രം ഹെഡ് എടുക്കുകയാണ്. അതിന് മാത്രം ഹെഡ് എടുക്കുമ്പോൾ ആ മാത്സ് സ്കോറിൽ വരുന്ന ആദ്യത്തെ 5 വാല്യൂസ് മാത്രം പ്രിന്റ് ചെയ്ത് കാണിക്കും. മനസ്സിലാകുന്നില്ലേ? ഇനി അതേപോലെ മാത്സ് സ്കോർ എടുത്തു, റീഡിംഗ് സ്കോർ നമ്മൾ കാണിച്ചു. ഓക്കെ, ഇനി ജെൻഡറിൽ വരുന്ന യൂണിക് വാല്യൂസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. മെയിൽ ആൻഡ് ഫീമെയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി റേസ് ഓർ എത്തനിസിറ്റി എന്ന് പറയുന്ന ഒരു കോളം നെയിം ആക്ച്വലി നമുക്ക് ഉണ്ട് അല്ലേ. റേസ് ഓർ എത്തനിസിറ്റി എന്ന് പറയുന്ന കോളം നെയിം നമുക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു. അതെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എനിക്കിപ്പോൾ അതിനെ മാറ്റിയിട്ട് ജസ്റ്റ് അതിനെ റേസ് എന്ന് മാത്രം ആക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കോളംസ് ഇസ് ഇക്വൽ ടു റേസ് ഓർ എത്തനിസിറ്റി എന്നുള്ളതിനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതി അതിന് പകരം നമ്മൾ റേസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് മാറ്റിയിട്ട് നമുക്ക് റേസ് എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ റേസ് ഓർ എത്തനിസിറ്റി എന്ന് പറയുന്ന കോളത്തിനെ മാറ്റി റേസ് ആക്കി അതിനെ യൂണിക് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? എല്ലാത്തിനും യൂണിക് വാല്യൂസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മുടെ ഡേറ്റ സെറ്റിലുള്ള ഓരോ കോളംസിനെയും നമ്മൾ നന്നായിട്ട് അനലൈസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ആക്ച്വലി എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മളിവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഇൻഫർമേഷനൊക്കെ വേണ്ട പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ മാത്സ് സ്കോർ, റീഡിംഗ് സ്കോർ, റൈറ്റിംഗ് സ്കോർ അതിനെയൊക്കെ കൂട്ടി ഒരു ആവറേജ് സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളം ഇതിൻ്റെ ഇടയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുകയും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഓരോ അനാലിസിസ് ഇവിടെ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ വാട്സാപ്പ് ചാനലിലുണ്ട്. ആ ഒരു വാട്സാപ്പ് ചാനലിൽ ഈ ഒരു കോഡ് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമ്മുടെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്കും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തേക്കാം. സോ അതിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അപ്പം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ആക്ച്വലി പെയർ പ്ലോട്ടാണ്.
ഓക്കെ, നമ്മുടെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെയർ പ്ലോട്ടാണിത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ചാനലിൽ ഞാനിത് പോസ്റ്റ് ചെയ്തേക്കാം. സോ നിങ്ങളൊന്ന് കയറി നോക്കാം, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, വൺസ് അനാലിസിസ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ പിന്നീട് വരുന്നത് വിഷ്വലൈസേഷനിലേക്കാണ്. ഓരോ കോളംസിനെയും നമ്മൾ വിഷ്വലി എടുത്ത് നോക്കുകയാണ്. സോ ഇവിടെ കൗണ്ട് പ്ലോട്ട് എന്ന് പറയുന്ന പ്ലോട്ട് ഉപയോഗിച്ച് ആ ഒരു കൗണ്ട് പ്ലോട്ടിൻ്റെ അകത്തേക്ക് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ കോളം നെയിം ഇട്ട് കൊടുക്കുകയാണ്, ജെൻഡർ എന്ന് പറയുന്ന കോളം. ആ ഒരു ജെൻഡർ എന്ന് പറയുന്ന കോളം നമ്മൾ കൗണ്ട് പ്ലോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫീമെയിലിൽ മാത്രം എത്ര വാല്യൂസ് ഉണ്ട്, മെയിൽസിൽ മാത്രം എത്ര വാല്യൂസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂസ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക. സോ ആസ് യു കെൻ സി പലതരത്തിലുള്ള വിഷ്വൽസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ബോക്സ് പ്ലോട്ടാണ്. അപ്പോൾ ഈ ബോക്സ് പ്ലോട്ട് ഉപയോഗിച്ച് നമ്മുടെ ഡേറ്റാ സെറ്റിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്ര ഔട്ട്ലയേഴ്സ് ഉണ്ട്, എത്രത്തോളം കൂടുതലാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു വർക്കിംഗ് പോകുന്നത്. സോ ഇതെന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പൈത്തൺ ഡേറ്റ അനലിറ്റിക്സിന് വേണ്ടിയിട്ട് പൈത്തൺ എങ്ങനെ ഉപയോഗിക്കാം, ഏത് ടൈപ്പ് ഓഫ് എങ്ങനെയുള്ള പൈത്തണാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ ഒരു ഫൈനലി കാണിച്ച പ്രോജക്റ്റ് വളരെ എന്താ പറയുക ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മൾ നോക്കി പോയതാണ് ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ ബിക്കോസ് ഞാനിവിടെ മെയിൻലി ഫോക്കസ് ചെയ്തത് ജസ്റ്റ് ആ ഒരു എന്താ പറയുക എന്തൊക്കെ യൂസ് ചെയ്യണം, ഡേറ്റ അനലിറ്റിക്സിൽ എന്തൊക്കെ യൂസ് ചെയ്യണമെന്ന് കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു എന്താ പറയുക കോഡ് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ ഒന്ന് കയറി നോക്കുക. ആൻഡ് ഇപ്പം ആ ഒരു കോഡ് നോക്കി നിങ്ങൾക്ക് അതിലിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മുടെ ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.